Good morning. Once more, I welcome you back to Mathematical Economics. ഇന്ന് പ്രോഫിറ്റ് ഫംഗ്ഷൻ. What is profit? Profit is the difference between revenue and cost. അല്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂവും കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ if we subtract the cost function from the revenue function, you get the profit function. കോസ്റ്റ് റവന്യൂ ഫംഗ്ഷനിൽ നിന്ന് കോസ്റ്റ് ഫംഗ്ഷൻ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും പ്രോഫിറ്റ് ഫംഗ്ഷൻ. ആൻഡ് ദ റവന്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട്, കോസ്റ്റ് ഈസ് ആൾസോ എ ഫംഗ്ഷൻ ഓഫ് ഔട്ട്പുട്ട്, then profit is a function of output is the profit function. Then the total profit or total profit pi is equal to total revenue minus total cost. Profit depends on the amount of output sold. The relationship between profit and output is known as profit function. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ഈ ബന്ധത്തിന് നമുക്ക് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. മാത്തമാറ്റിക്കലി ദിസ് റിലേഷൻഷിപ്പ് ക്യാൻ ബി റിട്ടൺ ആസ് പൈ ഈസ് എ എഫ് ഓഫ് എക്സ്, where pi is the amount of profit and x is the output. With the help of revenue function and cost function, we can derive the profit function. Then let TR is equal to 100x square plus 60x minus 10 and TC is equal to 40x square plus 50x plus 8. Then the total profit function will be pi is equal to r minus c is equal to 100x square plus 60x minus 10 minus 40x square plus 50x plus 8 and then dividing 100x square plus 60x minus 10 minus 40x square plus 50x means minus 50x minus 8. Then 100x square minus 40x square is equal to 60x square plus 60x minus 50x is equal to plus 10x minus 10 minus 8 is equal to minus 8. Thus അപ്പോൾ അപ്രകാരം നമുക്ക് ടോട്ടൽ റവന്യൂ ഫംഗ്ഷനിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ പോലെ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
ഇത് മൂന്നും ഔട്ട്പുട്ടിൻ്റെ ഫങ്ഷനാണ്. ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്, ഔട്ട്പുട്ട്, ദെൻ this is the total revenue curve. This is the total cost curve. Here there is no profit. Then the maximum profit is there here. Then the difference between TC TR, കണ്ടോ ടി സിയും ടി ആറും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും പരമാവധി ആവുന്നത് ഇപ്പോൾ നീല വര വരച്ച ഈ പോയിന്റിലുമാണ്. ഇവിടെ പ്രോഫിറ്റ് പൂജ്യമാണ്, പ്രോഫിറ്റ് ഇവിടെ മാക്സിമമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ചേർത്ത് വരച്ച് നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് കർവ് വരയ്ക്കാവുന്നതാണ്. ഇത് ടി ആർ ടോട്ടൽ റവന്യൂ, പച്ചവര ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂ കർവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെയും ഇൻ്റഗ്രേഷനിലൂടെ നമുക്ക് പ്രോഫിറ്റ് കർവ് ഇങ്ങനെ വരച്ചെടുക്കാം. ഇതോടുകൂടി നമ്മൾ മാത്തമാറ്റിക്സിൽ ഇക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്ന 10 ഫങ്ഷനുകൾ പറഞ്ഞു കഴിഞ്ഞു. 1 ഡിമാൻഡ് ഫങ്ഷൻ, 2 സപ്ലൈ ഫങ്ഷൻ, 3 യൂട്ടിലിറ്റി ഫങ്ഷൻ, 4 റവന്യൂ ഫങ്ഷൻ, 5 കോസ്റ്റ് ഫങ്ഷൻ, 6 പ്രോഫിറ്റ് ഫങ്ഷൻ, 7 കൺസംഷൻ ഫങ്ഷൻ, 8 സേവിങ് ഫങ്ഷൻ, 9 ഇൻവെസ്റ്റ്മെൻറ്റ് ഫങ്ഷൻ ആൻഡ് 10 പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ ഈ മൊഡ്യൂള്, ഒന്നാമത്തെ മൊഡ്യൂള് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അതിൻ്റെ മീനിങ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്ന ഫങ്ഷൻസ്, വിവിധ തരത്തിലുള്ള ഫങ്ഷനുകൾ, റിലേഷനുകൾ, അതുപോലെ തന്നെ ഇക്കണോമിക് ഫങ്ഷൻസ്. ഓക്കെ.